നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിച്ച ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെയർ പാക്ക് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഇതിൻ്റെ ഒരു വീഡിയോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു 3-4 വർഷം കൊണ്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നതും എനിക്ക് ഒരുപാട് റിസൾട്ട് എന്നതുമായ ഒരു പാക്കാണ്. പഴയ വീഡിയോസൊക്കെ നിങ്ങൾ ചാനലിലുണ്ട്, എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം. ഞാൻ മിക്കപ്പോഴും ഈ പാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളെ മുടി ഫ്രിസി ഹെയർ ആണോ, മുടിയിൽ ഒരുവിധമുള്ള ഡാമേജ് ഉള്ള മുടിയാണോ, വളരെയധികം ഫ്രിസി ഹെയർ ആണോ, മുടി വളർച്ചയില്ല, മുടി അതുപോലെ തന്നെ പൊട്ടിപ്പോകുന്ന അവസ്ഥ, മുടിക്ക് കറുപ്പ് ഇല്ല, മുടി ഒരു ഡ്രൈ ആയി സ്പ്ലിറ്റ് എൻഡൊക്കെ ഉള്ള ഹെയർ ഉള്ളവർക്കാണെങ്കിൽ പറ്റിയ ഒരു ഹെയർ പാക്കാണ്. അടിപൊളിയാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഡാമേജ് ഒന്നുമല്ല, വളരെ ഹെൽത്തി ആയിട്ട് നല്ല ഗ്ലോയിൽ നല്ല തിളക്കത്തോടു കൂടി കിടക്കുകയാണ് ഹെയർ. മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പാക്കാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ പിൻ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ ഫ്രിസി ഹെയർ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ മുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നല്ല ഒരു ഗ്ലേസിങ്ങും നല്ല ഒരു കറുപ്പും ഒക്കെ ഉണ്ട് മുടിക്ക്. ഓൾറെഡി എൻ്റെ മുടി ഒരു കറുപ്പുള്ള മുടിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു പാക്കും കൂടെയൊക്കെ ഉപയോഗിച്ചേക്കുമ്പോൾ മുടിക്ക് നല്ല സ്മൂത്തായി, നല്ല മുടി നന്നായിട്ട് ഇത് വളരും കേട്ടോ. മുടിയിലുള്ള ഒരുവിധമുള്ള എല്ലാ ഇഷ്യൂസും ഇത് മാറ്റി തന്നെ മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കും. നല്ല മാനേജബിൾ ആവും നമ്മളെ മുടി. കണ്ടിന്യൂസ് നമ്മളൊരു 3 മാസമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ തന്നെ മുടിയുടെ ഗ്രോത്ത് നല്ല ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് ആയിരിക്കും. നമ്മൾ മുടിയിൽ എന്തോ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതുപോലെയൊക്കെ തോന്നും. കൂടുതൽ പൊക്കി പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത ഒരു പഴം ഉണ്ടെങ്കിൽ അങ്ങനെ, അത് മുടിയുടെ തിക്നെസ് അനുസരിച്ച് മുടിയുടെ ലെങ്ത് അനുസരിച്ച് വേണം ക്വാണ്ടിറ്റി 1-2 ഒക്കെ ചേർക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. പിന്നെ അതുപോലെ തന്നെ മുട്ടയും വേണമെങ്കിൽ മുട്ടയുടെ വെള്ള ചേർക്കാം, അല്ലെങ്കിൽ മുട്ട. ഞാൻ മഞ്ഞ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ, മഞ്ഞ കളയണ്ടല്ലോ, അപ്പോൾ അതും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് വരും. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എസൻഷ്യൽ ഓയിലൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ ഷാമ്പു ചെയ്ത് കളയുന്ന സമയത്ത് സ്മെല്ലൊക്കെ അങ്ങ് മാറും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രിസി ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തലയിൽ എണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് തന്നെ ഈ പാക്ക് ഉപയോഗിക്കാം. അല്ലാത്തവരാണെങ്കിൽ ഒരുപാട് ഡ്രൈനെസ് ഒന്നും മുടിക്കില്ല, നോർമൽ ഹെയർ ആണെങ്കിൽ മുടിയിൽ പ്രത്യേകിച്ച് ഇനി ഹെയർ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു പാക്ക് മതി. ഈ ഒരു പാക്ക് എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു റിസൾട്ട് നമുക്ക് തരും. മുടി നല്ല മാനേജബിൾ ആക്കും, നല്ല ഒരു സ്മൂത്ത് ആക്കും, മുടിക്ക് നല്ല ഒരു തിളക്കമാണ് ഇത് ഉപയോഗിച്ചാൽ. ഒരുപാട് ഫ്രിസി ഹെയർ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഉപയോഗിക്കണം. അങ്ങനെ ഒരു 2-3 മാസം കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങളെ മുടിക്ക് കിട്ടും. അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ്, എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ അതിൻ്റെ റിസൾട്ട്. അപ്പോൾ മറ്റുള്ളവർക്കും അതൊരു മോട്ടിവേഷൻ ആവും. ചാനലിലെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ആദ്യം തൊട്ടേ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ ഈ ഒരു പാക്കിനെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്ത് ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷാമ്പു എന്ന് പറയുന്നത് ഈ ഒരു ഷാമ്പു ആണ്, ചെമ്പരത്തി താളി. അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷണറുമാണ്, ഡോവിൻ്റെ കണ്ടീഷണറുമാണ് കേട്ടോ. പക്ഷേ നോർമൽ ഓയിലി ഹെയർ ഉള്ളവർക്ക് ഒരിക്കലും ഈ ഷാമ്പു അത്ര സ്യൂട്ടബിൾ അല്ല. പക്ഷേ ഫ്രിസി ഹെയർ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പാക്ക് ഉപയോഗിച്ചിട്ട് ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ ഫ്രിസി ഹെയർ ഉള്ളവരാണെങ്കിൽ കണ്ടീഷണറൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസ് ഇല്ലേ, നമ്മളെ മുടി കൂടുതലൊന്ന് ഡ്രൈ ആക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറ്റാൻ എപ്പോഴായാലും ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കണ്ടീഷണർ ഉപയോഗിക്കണം. അപ്പോഴാണ് ആ മുടി പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ മാനേജബിളായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആയുഷും ട്രസ്മീയുടെ ഒരു കണ്ടീഷണറും ഉണ്ട്. ട്രസ്മി എന്നാണെന്ന് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത്, ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആയുഷിൻ്റെ ഷാമ്പൂ എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങും അവൈലബിൾ അല്ല. നിങ്ങൾ ഈ ഒരു
പാക്ക് ഉപയോഗിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഒറ്റ തവണ തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിന് റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു തവണ ഉപയോഗിച്ചിട്ട് തന്നെ റിസൾട്ട് കിട്ടിയവരെന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ കാണുക മാത്രമല്ല, ട്രൈ ചെയ്ത് നോക്കണം. ചില വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ട് ഓക്കെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കാറില്ലേ, അങ്ങനെ ചെയ്യൽ. മുടി ഫ്രിസ്സിയാണോ, മുടി കൊഴിച്ചിലുണ്ടോ, അങ്ങനെയുള്ളവർ പെട്ടെന്ന് തന്നെ ചെയ്യണം. ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അത്ര നല്ല റിസൾട്ടാണ്. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. അത് ഫ്രിസി ഹെയർ ആണെങ്കിൽ ഓയിൽ വേണമെങ്കിൽ തേക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പാക്ക് ഇട്ടതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഷാമ്പു കണ്ടീഷണറൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയണം. ഉപയോഗിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ബൈ ബൈ.